നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹെർബൽ ടീ ആണ്. ബ്ലൂ ടീ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്തൊരു ഭംഗിയാണല്ലേ, വെറും നാച്ചുറൽ കളർ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. നിങ്ങളിൽ എത്ര പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്? നമ്മുടെ തൊടികളിലും വേലിപ്പടർപ്പിലൊക്കെ ഇഷ്ടം പോലെ പടർന്നു നിൽക്കുന്ന നമ്മുടെ ശംഖുപുഷ്പമാണ് താരം. ഇതെൻ്റെ വീട്ടിലെ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ്. നല്ലപോലെ പടർന്നാണ് നിൽക്കുന്നത്. ചെറിയ കമ്പുകളൊക്കെ കൊടുത്താൽ പെട്ടെന്ന് അതിലേക്ക് ഇങ്ങനെ പടർന്ന് കയറും. ഇതിൻ്റെ അകത്തൊരു അമരപ്പയർ പോലൊരു പയറാണ്. അതിൻ്റെ വിത്ത് നമ്മൾ വീട്ടിലിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു 20 ദിവസമൊക്കെ മതി ചെടിയായിട്ട് അതിൽ നിന്ന് പൂ കിട്ടി തുടങ്ങും. ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ പാർട്ടുണ്ടല്ലോ, ഒരു ചെറിയ പൂ പോലെ, അതൊരു ശംഖിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ ശംഖുപുഷ്പം എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഈ പൂ അധികമുണ്ടെങ്കിൽ നമുക്കതെടുത്ത് വെറുതെ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കി ടിന്നിലിട്ട് സൂക്ഷിക്കാം. അപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ടീ ഉണ്ടാക്കി കുടിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ആമസോണിലൊക്കെ കയറി ഒന്ന് നോക്കിയാൽ മതി. ബ്ലൂ ടീ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പീ ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ തന്നെ ഒരു 50 ഗ്രാമിന് ഏകദേശം ഒരു 385 രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ 1 കിലോയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര രൂപയാണ് ഇതിൻ്റെ വില. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വില? ഇതിൻ്റെ ഗുണഗണങ്ങൾ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് കളയുന്നില്ല. ഒരു ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. ആൻറ്റി ഡിപ്രസൻ്റ് ആണ്, ആൻറ്റി ഓക്സിഡൻറ്റ് ഭയങ്കരമായിട്ട് ചേർന്നിട്ടുണ്ട്. BP കുറയ്ക്കാനും ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനും പിന്നീട് കണ്ണിൻ്റെയൊക്കെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ പൂ ഇന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് കഴുകാനെടുത്തു. കുറച്ച് നേരമായി ഞാനിതൊന്ന് പറിച്ചു വെച്ചിട്ട്, അപ്പോൾ അതിനെ ഒരു വാടിയ പോലൊരു തോന്നലുണ്ട്. അത് ഈ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് നല്ല പഴയ ഫ്ലവർ പോലെ തന്നെ അങ്ങ് നാച്ചുറലായിട്ട് വരും. ഇതേ കണ്ടോ, എല്ലാ പൂവും വീണ്ടും നല്ല വിടർന്ന ഒരു രൂപമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തു. അപ്പം ഒരു ഏകദേശം ഒരു ഗ്ലാസ്സിന് ഒരു 6, 7, 8 ഇടാം നമുക്ക്. ചില സ്ഥലങ്ങളിലെ പൂ നല്ല കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡായിരിക്കും, അപ്പോൾ നല്ല ബ്ലൂ കളർ കിട്ടും. ചില സ്ഥലങ്ങളിൽ അതൊരല്പം ലൈറ്റാണെങ്കിൽ നമുക്ക് കൂടുതൽ പൂ ഇടാം. ഇപ്പം ഞാനതൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ഒരു ഏകദേശം 6, 7 പൂക്കളാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു മണമായിരിക്കും നമ്മുടെ ഈ ടീക്ക് തരുന്നത്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് തേനോ പനങ്കൽക്കണ്ടൊക്കെ ചേർക്കാം. ഇന്ന് എൻ്റെ കയ്യിൽ അത് രണ്ടും അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ബ്ലൂ കളറൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കളർ പോരാ എന്ന് തോന്നുവാണെങ്കിൽ 1, 2 പൂക്കളും കൂടെ ചേർക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കളറുണ്ട്. നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് ഒരു പർപ്പിൾ കളറായിട്ട് കിട്ടും. അത് കളറ് മാറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. നിങ്ങൾക്കിത് ഐസ്ഡ് ടീ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല ഐസ് ക്യൂബ് ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ടീ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലില്ല എന്നുള്ള എക്സ്ക്യൂസ് നിങ്ങൾ പറയരുത്. ഒന്നുകിൽ നമ്മുടെ വീടിൻ്റെ അയലത്തെ വീടുകളിൽ കാണോ അല്ലെങ്കിൽ തൊടികളിലൊക്കെ പോയി നോക്കിയാൽ മതി, നിങ്ങൾക്കിത് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണം. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ ഒരു വ്ളോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.